വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 17-18 वाक्यങ്ങൾ. मत्ती रचित सुसमाचार उसका 16 अध्याय 17 और 18 वचन. യേശു അവനോട്, ബറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. മതി. കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായി സംഭാഷിക്കുന്ന വേളയിൽ ഫിലിപ്പിന്റെ കൈസരിയയിൽ വെച്ച് സംസാരിച്ച ഭാഗത്തു നിന്നുള്ള കാര്യമാണ് നമ്മളിവിടെ വായിച്ചത്. ആ ഭാഗമൊക്കെ നമുക്ക് വളരെ സുപരിചിതമാണ്. അവിടെ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന പ്രസക്തമായ ഭാഗമാണ് 15-ാം വാക്യത്തിൽ മുതൽ നമ്മൾ കാണുന്നത്. നിങ്ങൾ എന്നെ കുറിച്ച് 16 अध्याय मत्ती रचित समाचार 16 अध्याय उसके 15 से लेकर की वचन है. ठीक है. അപ്പോൾ അവിടെ യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നത് നിങ്ങൾ എന്നെ കുറിച്ച് ഞാൻ ആരെന്ന് പറയുന്നു എന്നാണ്. അവിടെ യേശുവിനോടൊപ്പം സഞ്ചരിച്ച് യേശുവിൽ നിന്ന് കേട്ട് യേശുവിൽ നിന്ന് മനസ്സിലാക്കി യേശുവിനെ കണ്ടും തൊട്ടും അറിഞ്ഞതായ ശിഷ്യന്മാർ യേശുവിന് കൊടുക്കുന്ന മറുപടിയാണ് നമ്മൾ 16-ാം വാക്യത്തിൽ വായിക്കുന്നത്. 16 वचन में हम पढ़ते हैं, यीशु मसीह के सवाल की जवाब जो प्रेरित पतरस यीशु मसीह को जो दिया है. ठीक है. ഓ അതിന്റെ പശ്ചാത്തലത്തിൽ യേശു ശിമോൻ പത്രോസിനോട് പറയുന്നത്, ബർയോന ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് നോക്കിയാൽ കാണുവാൻ കഴിയുന്ന ഇതിനു മീതെയുള്ള ഒരു വെളിപ്പാടുമില്ല. इसके ऊपर कोई प्रकाशन नहीं है पवित्र वचन में यीशु मसीह के बारे में. क्यों? क्योंकि इस प्रकाशन जो प्रेरित पतरस ने कहा और प्रभु यीशु मसीह ने उसका सर्टिफिकेशन दिया, सत्यापन किया. यीशु मसीह कौन है करके आसमानी पिता जो प्रभु यीशु मसीह का पिता है, उन्होंने जो सत्यापन दिया है उसके ऊपर किसी का प्रकाशन नहीं होता है. സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തി കൊടുത്ത ആ സത്യത്തിനു മീതെ ഒരുത്തന്റെയും വെളിപ്പാടില്ല. ആരാണ് യേശു? कौन है यीशु मसीह? यीशु मसीह कौन है? परमेश्वर का पुत्र मसीह, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, जीवित परमेश्वर के पुत्र मसीह है यीशु. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു എന്ന സ്വർഗീയ വെളിപ്പാട്. അപ്പോൾ ജീവിത് പരമേശ്വർ കോനെ? ജീവനുള്ള ദൈവം ആരാണ്? യേശു ക്രിസ്തുവാണോ അതോ യേശു ക്രിസ്തുവിന്റെ പിതാവാണോ? വളരെ കൃത്യമായി വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ പിതാവാണ് ജീവനുള്ള ദൈവമെന്നാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? യഹോവ ജീവനുള്ള ദൈവം, അവൻ സത്യദൈവം. യിരെമ്യാ 10-10 വചൻ. യഹോവയോ സത്യദൈവം, അവൻ ജീവനുള്ള ദൈവം. മതി. അപ്പോൾ ആരാണ് ജീവനുള്ള ദൈവമെന്നും ആരാണ് സത്യദൈവമെന്നും പഴയ നിയമത്തിൽ തന്നെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അത് യഹോവയാണെന്ന്. യഹോവയാണ് സത്യദൈവമെന്നും യഹോവയാണ് ജീവനുള്ള ദൈവമെന്നും യിരെമ്യാ പ്രവചനം 10-10 പഠിപ്പിക്കുമ്പോൾ, നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്
യേശുക്രിസ്തുവിനെ അയച്ചവനാണ് സത്യദൈവം, ഒരേ ഒരു സത്യദൈവം, ഓൺലി ട്രൂ ഗോഡ്. യോഹന്നാൻ 17:3 നമ്മൾ കാണും. അപ്പോൾ പഴയ നിയമത്തിലെ ദൈവമാരാണോ, സത്യദൈവമാരാണോ, ജീവനുള്ള ദൈവമാരാണോ, ആ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് യേശുവെന്നും ആ ഒരേ ഒരു സത്യദൈവത്താൽ അയക്കപ്പെട്ടവനാണ് യേശുക്രിസ്തുവെന്നും പുതിയ നിയമം അരക്കിട്ടുറപ്പിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന സത്യമാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ ഇവിടെ ശിമോൻ പത്രോസ് നടത്തിയ പ്രസ്താവനയോടുള്ള യേശുവിന്റെ പ്രതികരണമാണ് നമ്മളിവിടെ വായിച്ചത്. നിനക്കിത് വെളിപ്പെടുത്തി തന്നത് ജഡരക്തങ്ങളല്ല, ഒരു മനുഷ്യന്റെയും ബുദ്ധിയിലോ അവന്റെ വെളിവുകേടിലോ തോന്നിയതായ ഒരു സംഗതിയല്ലെന്ന് മനസ്സിലായി. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തി കൊടുത്ത് ശിമയോൻ പത്രോസ് പ്രസ്താവിച്ച് യേശു ക്രിസ്തു സാക്ഷ്യപ്പെടുത്തിയ തിരുവെഴുത്തിലെ സത്യമാണ് യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നുള്ളത്. ഇതിനോടുള്ള പ്രതികരണമായി തുടർന്ന് യേശു പറയുന്നത്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ആരുടെ സഭയാ? യേശു ക്രിസ്തുവിന്റെ സഭയാണ്. അല്ലാതെ മത്തായിച്ചാന്റെ സഭയോ വേറെ ആരുടെയെങ്കിലും സഭയോ ആണെന്നല്ല. ഞാൻ എന്റെ സഭയെ പണിയും. എന്തിന്റെ മേൽ? ഈ പാറമേൽ, നിന്റെ മേൽ പണിയുമെന്നല്ല പറഞ്ഞത്. പത്രോസേ, നീ പാറയാകുന്നു, നിന്റെ മേൽ ഞാൻ എന്റെ സഭയെ പണിയുമെന്നല്ല യേശുക്രിസ്തു പറഞ്ഞത്. മറിച്ച് നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ഏതാ പാറ? യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നുള്ള വിശ്വാസ പ്രഖ്യാപനമാണ് അവിടെ പറയപ്പെടുന്ന പാറ എന്ന് പറയുന്നത്. അപ്പോൾ ആ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ മേലാണ് യേശുക്രിസ്തു സഭയെ പണിയുന്നത്. പലരും പറയും യേശുക്രിസ്തു ഏതോ സഭ സ്ഥാപിച്ചത്. യേശുക്രിസ്തു ഒരു സഭയും സ്ഥാപിച്ചിട്ടില്ല. യേശുക്രിസ്തു സഭയെ പണിയുകയാണ് ചെയ്യുന്നത്. यीशु मसीह ने कोई सभा का स्थापना नहीं किया है, कोई कलीसिया का स्थापना नहीं किया है. यीशु मसीह क्या करते हैं? वो अपने कलीसिया की बनावट करते हैं, वो कंस्ट्रक्शन करते हैं, है ना. वो बनाते जा रहा है, स्थापना नहीं, बनाना है. समझा ना? वो बना रहा है अपने सभा को, अपना कलीसिया को बना रहा है. യേശു ക്രിസ്തു തന്റെ സഭയെ പണിതുകൊണ്ടേയിരിക്കുകയാണ്. എന്തിന്റെ മേൽ? യേശു ആരാണ് എന്ന് സുവിശേഷം കേട്ട തിരിച്ചറിവുണ്ടാകുകയും അതിനെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിലൂടെ ആ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്ന സത്യവിശ്വാസികളാകുന്ന കല്ലുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ യേശുക്രിസ്തു പണിതുകൊണ്ടിരിക്കുന്ന സാർവത്രിക ഭവനമാണ് ക്രിസ്തുവിന്റെ സഭ എന്ന് പറയുന്നത്. അതല്ലാതെ ഈ ലോകത്തിലെ കല്ലുകളും കട്ടയും സിമന്റും കൊണ്ട് പണിതുയർത്തുന്ന ഒരു കെട്ടിടമല്ല ക്രിസ്തുവിന്റെ സഭ. അത് ആത്മീക മന്ദിരമാണ്. ക്രിസ്തുവിന്റെ സഭ ആത്മീക മന്ദിരമാണ്. ആ ആത്മിക മന്ദിരത്തിന്റെ കല്ലുകളാണ് യേശുവിനെ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് സ്വീകരിക്കുന്ന വിശ്വാസികളാകുന്ന കല്ലുകളെ ചേർത്തുകൊണ്ട് ക്രിസ്തു പണിതുകൊണ്ടേയിരിക്കുന്നത്. വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിനെ സ്വീകരിക്കുന്ന, യേശുവിനെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് സ്വീകരിക്കുന്ന ഓരോ വ്യക്തികളും ആ സഭയുടെ കല്ലുകളാണ്. ആ കല്ലുകളെ ചേർത്തുകൊണ്ട് ക്രിസ്തു പണിതുകൊണ്ടിരിക്കുന്ന ആത്മമന്ദിരമാണ് ക്രിസ്തുവിന്റെ സഭ എന്ന് പറയുന്നത്. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് യേശു ക്രിസ്തുവോട് പ്രസ്താവിക്കുകയാണ്. എന്നിട്ട് ശിമോൻ പത്രോസിനോട് പറയുന്നതാണ് 19-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്താണ്?
സ്വർഗരാജ്യത്തിന്റെ താക്കോൽ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ഞാൻ നിനക്ക് തരുന്നു. മതി. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് യേശുക്രിസ്തു ശിമയോൻ പത്രോസിനോട് അവിടെ പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ? ഈ സ്വർഗരാജ്യം എന്ന പ്രയോഗം കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന്, അത് നമ്മൾ പുതിയ നിയമത്തിൽ രണ്ട് പ്രയോഗങ്ങളെ കാണുന്നുണ്ട്. ഒന്ന് ദൈവരാജ്യമെന്നും മറ്റൊന്ന് സ്വർഗരാജ്യമെന്നും. ഈ സ്വർഗരാജ്യം എന്ന് പറയുന്ന പ്രയോഗം മത്തായിയുടെ സുവിശേഷത്തിലാണ് നമ്മൾ കാണുന്നത്. ഇതര സുവിശേഷങ്ങളിൽ അതേ ഭാഗങ്ങളെ പരാമർശിക്കുമ്പോൾ ആ സുവിശേഷകന്മാർ അതിന് ദൈവരാജ്യം എന്നുമാണ് പറയുന്നത്. സ്വർഗരാജ്യവും ദൈവരാജ്യവും രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് അക്കാര്യം ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് മത്തായി എന്ന സുവിശേഷകൻ താൻ എഴുതുമ്പോൾ സ്വർഗരാജ്യം എന്ന ഫ്രേസ്, ആ പദം ഉപയോഗിക്കുന്നു. മറ്റുള്ള സുവിശേഷകന്മാർ എഴുതുമ്പോൾ അവർ ദൈവരാജ്യം എന്ന പദം ഉപയോഗിക്കുന്നു. രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി ദൈവരാജ്യത്തെ കുറിച്ചുള്ള യേശുക്രിസ്തുവിന്റെ പ്രസ്താവന നമ്മൾ പരിശോധിച്ചാൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 11 അധ്യായത്തിന്റെ 21 വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ലൂക്കോസ് 17:21. लूका रचित सुसमाचार 17 अध्याय 21वां वचन. लूका 17 का 21 में परमेश्वर के राज के बारे में लिखा है. यीशु मसीह ने कहा है, क्या लिखा है? पढ़ो. ഇതാ ഇവിടെയെന്നും ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയുമില്ല. പറയത്തില്ല. എന്താണ്? ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് യേശുക്രിസ്തു പറയുന്നു. ഇനി നമ്മുടെ പൗലോസ്ലീഹയുടെ പ്രയോഗം അനുസരിച്ച് റോമാലേഖനം 14 അധ്യായത്തിന്റെ 17 വാക്യത്തിൽ നമുക്ക് കാണാം എന്താണ് ദൈവരാജ്യമെന്ന് പൗലോസ്ലീഹ പറയുന്നത്. रोमियो की पत्री 14 अध्याय 17 वचन. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവും അത്രേ. എന്താണ് ദൈവരാജ്യം? അത് ഭക്ഷണവും പാനീയവുമല്ല, മറിച്ച് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവും അത്രേ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷം എന്ന് പറയുന്നത്? അതെവിടെയുണ്ടോ അത് ദൈവരാജ്യമാണ്. അത് ദൈവരാജ്യമാണ്. ഇതാണ് പൗലോസ്ലീഹ അതിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിന്റെ താക്കോൽ അഥവാ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് യേശുക്രിസ്തു ശിമോൻ പത്രോസിനോട് പറയുമ്പോൾ ഈ താക്കോൽ परमेश्वर के राज की कुंजी जिसको मिला है प्रेरित पत्रस, वो प्रेरित पत्रस ने क्या किया है वो हमने पहले सोचा था. प्रेरितों के पत्र 2 अध्याय उसका 38 वचन में उससे पहले वो अपना शुरू किया है, कुंजी से कुछ काम करना शुरू किया है. അപ്പോൾ അവിടെ പത്രോസ് ഇത് ലഭിച്ചതായ പത്രോസ് എന്താണ് ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് 11 എഴുന്നേറ്റ് നിന്നുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിക്കുന്നു. ആ സുവിശേഷം കേട്ടവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരാകുന്നു. ആ കുത്തുകൊണ്ടവരായ ആളുകൾ പത്രോസിനോടും അപ്പോസ്തലന്മാരോടും ചോദിക്കുകയാണ്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ അവർ കൊടുക്കുന്ന മറുപടിയുണ്ട്. നിങ്ങളിൽ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കണം. വാക്ക് മാറിപ്പോകരുത്. സ്നാനപ്പെടണമെന്നല്ല, സ്നാനം ഏൽക്കണം. സ്നാനം ഏൽക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്നല്ല, സ്നാനപ്പെടണമെന്ന് തന്നെയാണ്, ഏൽക്കണം. You have to receive baptism. You have to be baptized. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്നല്ല. പദം മാറിപ്പോകരുത് കേട്ടോ. പലരും ഇതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ അടുക്കൽ കസർത്ത് കളി കാണിക്കാറുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം
കഴിപ്പിക്കണമെന്നോ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചുവെന്നോ ബൈബിളിൽ ഒരു വാക്യത്തിൽ പോലുമില്ല. അപ്പോസ്തലപ്രവൃത്തി 10:48 ഒരു പ്രയോഗം, അത് പരിഭാഷാപരമായ പ്രശ്നമാണ്. പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു എന്ന് പരിഭാഷാപരമായ പ്രശ്നമുണ്ട്. അത് കേട്ടവരെ പത്രോസിനോട് പറയുന്നത് ഞങ്ങളോടൊപ്പം കുറച്ച് ദിവസം ഇവിടെ പാർക്കണമെന്നാണ്. അതാരാണ് പത്രോസിനോട് പറഞ്ഞത്? നമ്മുടെ കൊർന്നേലിയോസിന്റെ വീട്ടിൽ കൂടിയ വിജാതീയരായ ആൾക്കാരാണ് പത്രോസിനോട് പറയുന്നത് ഞങ്ങളോടൊപ്പം കുറച്ച് ദിവസം പാർക്കണം. അല്ലാതെ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ ആൾക്കാരല്ല പറയുന്നത് ഞങ്ങളോടൊപ്പം കുറച്ച് ദിവസം കൂടെ പാർക്കണം. കാരണം അവരവിടെ വിരുന്ന് വന്നതാണ്, പത്രോസിനോടൊപ്പം വന്നതാണ്. ആ നാട്ടുകാരായ അവിടെ കൂടി വന്ന വിജാതീയരാണ് തിരിച്ച് പത്രോസിനോട് പറയുന്നത് ഞങ്ങളോടൊപ്പം കുറച്ച് ദിവസം ഇവിടെ പാർക്കണമെന്ന്. അപ്പൊ പത്രോസ് ആരോടാണ് പറഞ്ഞത്? സ്നാനം സ്വീകരിക്കാനുള്ളവരോടാണ് പറഞ്ഞത്, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കണമെന്ന്. അല്ലാതെ അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്നല്ല ശിമോൻ പത്രോസ് പറഞ്ഞത്. മനസ്സിലായോ? പീറ്റർ കമാൻഡഡ് them to be baptized in the name of the Lord. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം, സ്നാനം കഴിപ്പിക്കണം എന്നല്ല. ഓക്കെ, അവരാണ് തിരിച്ചും പറഞ്ഞത്. അതല്ലെങ്കിൽ മൊത്തത്തിൽ അത് കുളമാകും. ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പൊ ഡീപ്പായിട്ട് പോകുന്നില്ല. അപ്പോൾ ഇവിടെ സുവിശേഷം കേൾക്കുന്നവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരാകുകയും ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്യുന്ന അനുഭവത്തിലേക്ക് എത്തുന്നു. സ്വർഗരാജ്യത്തിന്റെ അഥവാ ദൈവരാജ്യത്തിന്റെ താക്കോൽ ലഭിച്ചവൻ ആ താക്കോൽ ഉപയോഗിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ആ താക്കോലിന്റെ ഉപയോഗം കൃത്യമായ പ്രയോഗത്തിലെത്തുമ്പോൾ അവിടെ മാനസാന്തരമുണ്ടാകുന്നു, ഹൃദയത്തിൽ കുത്തുകൊണ്ടവരാകുന്നു, അവരുടെ ഹൃദയം തുറക്കപ്പെട്ട അനുഭവത്തിലേക്ക് എത്തുന്നു, അവർ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുവാൻ തക്കവണ്ണം സമർപ്പണമുള്ളവരാകുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നത് സ്വർഗരാജ്യത്തിന്റെ അഥവാ ദൈവരാജ്യത്തിന്റെ താക്കോൽ കിട്ടിയവനായ ശിമോൻ പത്രോസ് ചെയ്തത് ഒരു താക്കോൽ എന്തോ പണിതു വെച്ചുകൊണ്ട് ഏതോ മുറിയോ കെട്ടിടമോ തുറക്കാൻ പോകുന്ന സംഗതിയല്ല, മറിച്ച് വ്യക്തിഗതമായ ഓരോരുത്തരെയും ജീവിതങ്ങളിൽ അവരുടെ ഹൃദയങ്ങളിൽ കുത്തുകൊള്ളുകയും ഹൃദയം തുറക്കപ്പെടുകയും ചെയ്യുന്ന അനുഭവത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം ശക്തമായ ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം അഥവാ സുവിശേഷം അവരിലേക്ക് പകർന്നു കൊടുക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിന്റെ അഥവാ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് സുവിശേഷം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി നമ്മൾ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ 16-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസും ശീലാസും അവർ ഫിലിപ്പി പട്ടണത്തിലേക്ക് ചെന്നിട്ട് അവിടെ ചെയ്ത കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവരവിടെ പോയി താക്കോലിന്റെ പ്രയോഗം നടത്തുന്ന നമുക്ക് കാണാം. അവിടെ ചെന്നപ്പോൾ അവിടെ യഹൂദന്മാരുടെ ആരാധനാ സ്ഥലമുണ്ടോ എന്നാണ് അവർ ആദ്യം അന്വേഷിച്ചത്. അതൊന്നും കാണാഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു? അവിടെ നദീതീരത്ത് വിൽക്കുവാനും വാങ്ങുവാനും വരുന്ന ആൾക്കാരുടെ മുമ്പിൽ പോയി ഈ താക്കോലിന്റെ പ്രയോഗം നടത്തുന്നു. നമ്മൾ അവിടെ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? അതിന്റെ 13-ാം വാക്യം മുതൽ ശബത്ത് നാളിൽ ഗോപുരത്തിന് പുറത്തേക്ക് പോയി. प्रेरितों की पत्री 16 अध्याय उसका 13 वचन से पढ़ रहा हूँ. ശബത്ത് നാളിൽ ഗോപുരത്തിന് പുറത്തേക്ക് പോയി. അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പുഴവ കത്തിരുന്നു. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. പട്ടണക്കാരിയും രക്താംബരം വിൽക്കുന്നവളുമായ ലൂദിയ എന്ന പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ ഇത് കേട്ടുകൊണ്ടിരുന്നു. അവിടെ എന്ത് ചെയ്തു? അവരോട് സംഭാഷിക്കുകയാണ്. എന്താണ് സംസാരിച്ചത്? ലോകകാര്യങ്ങളല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ് അവിടെ പ്രസംഗിച്ചത്. പൗലോസ് പറയുന്നുണ്ട്, എന്താണ് തന്റെ സുവിശേഷം എന്ന് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നു എന്റെ സുവിശേഷമെന്ന് വളരെ കൃത്യമായി പൗലോസ്ലീഹ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ പൗലോസ്ലീഹയ്ക്ക് പറയുവാനുള്ള വർത്തമാനം എന്ന് പറയുന്നത്
കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശമാണ്. അവൻ ദാവീദിന്റെ സന്തതിയായി ജനിച്ചവനും മരിച്ച് അടക്കപ്പെട്ടവനും മൂന്നാം നാൾ ഉയിർത്തെഴുന്നേറ്റവനുമാണ് എന്നുള്ള സന്ദേശം പൗലോസിന് പ്രസംഗിക്കാനുള്ളത് ഈ സന്ദേശമാണ്. അത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തുയഥൈര പട്ടണക്കാരിയായ ലുദിയ എന്ന സ്ത്രീയുടെ ഉള്ളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കർത്താവ് അവളുടെ ഹൃദയം തുറന്നു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പോൾ ഹൃദയങ്ങളെ തുറക്കുവാൻ തക്കവണ്ണം ശക്തമായ ദൈവത്തിന്റെ വചനമാണ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം. प्रभु यीशु मसीह के जो सुसमाचार है वो हर एक का हृदय को खोलने वाला है, उसका कुंजी है वो सुसमाचार. Praise God. അപ്പോൾ അതിന്റെ പ്രവർത്തനം അതിൻ്റെതായ കൃത്യതയിലേക്ക് എത്തുമ്പോൾ ഹൃദയങ്ങൾ തുറക്കപ്പെടുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. ഹൃദയങ്ങളിൽ കുത്തുകൊണ്ടവരായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. മാനസാന്തരത്തിന്റെ അനുഭവങ്ങളിലേക്ക് വ്യക്തികൾ എത്തുന്നതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് ലുദിയ എന്ന സ്ത്രീയുടെ ഹൃദയം ദൈവം തുറക്കുകയാണ്. എങ്ങനെയാണ് തുറക്കപ്പെട്ടത്? അവൾ ഈ അപ്പോസ്തലന്മാരുടെ വചനം കേട്ടുകൊണ്ടിരുന്നു, ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ സംഭവിച്ചത് നമ്മൾ കാണുന്നുണ്ട്. ഇനിയും വീണ്ടും നമ്മൾ പരിശോധിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ കൊർന്നല്യോസിന്റെ വീട്ടിലേക്ക് ചെന്ന ശിമയോൻ പത്രോസ് അവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നതായി നമ്മളവിടെ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതായി കാണുന്നുണ്ട്. അവരുടെ മേൽ അഭിഷേകം വരുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അവർ വചനം കേട്ടപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരുവാനിടയായിത്തീർന്നു. അപ്പോൾ യേശുക്രിസ്തു അപ്പോസ്തലന്മാർ കേൾപ്പിച്ചു കൊടുത്തതായ സ്വർഗരാജ്യത്തിന്റെ അഥവാ ദൈവരാജ്യത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. അത് ഹൃദയങ്ങളെ തുറക്കുവാൻ തക്കവണ്ണം, ഹൃദയങ്ങളിൽ കുത്തുകൊള്ളുവാൻ തക്കവണ്ണം, മാനസാന്തരത്തിന്റെ അനുഭവങ്ങളിലേക്ക് എത്തുവാൻ തക്കവണ്ണം ശക്തമായതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കാണുന്നത് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്നാണ് കാണുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോസ്തല പ്രവൃത്തി 2:47 നമ്മൾ വായിക്കുന്നത്. എന്താണ് അവസാനം? കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം ഹൃദയങ്ങളിൽ മാറ്റമുണ്ടാക്കുവാനും ഹൃദയങ്ങളെ തുറക്കുവാനും തക്കവണ്ണം സഹായിക്കുന്ന താക്കോലാണ്. ദൈവരാജ്യത്തിന്റെ അഥവാ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. ഈ താക്കോൽ കൃത്യമായ നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ഹൃദയങ്ങളിൽ മാറ്റമുണ്ടാകുന്നു. യേശുക്രിസ്തുവിനെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ കൈക്കൊള്ളുന്നവരായി മാറുന്നു. അപ്പോസ്തലനായ പൗലോസ് ഈ പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ തന്നെ അവിടെ കാരാഗ്രഹത്തിലാകുകയും അവിടെ കാരാഗ്രഹ പ്രമാണിയുടെ വീട്ടിലേക്ക് ചെല്ലുകയും വെളിച്ചം ചോദിച്ചവനായ കാരാഗ്രഹ പ്രമാണിക്കും കുടുംബത്തിനും രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തുവാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവരായി മാറുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം സഹായകമായി എന്ന് നമുക്ക് വായിക്കുന്നുണ്ട്. അവിടെ കാരാഗ്രഹ പ്രമാണിയുടെ ചോദ്യത്തിന് മറുപടിയായി പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതിനെ മിസ്കോട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അവിടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പൗലോസ്ലീഹ പറഞ്ഞിട്ട് തൊട്ട് താഴെ വന്നപ്പം ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അവർ വീടരംഗം സന്തോഷിച്ചു പറയുമ്പോൾ യേശുക്രിസ്തുവാണ് ആ ദൈവമെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ പലരും ശ്രമിക്കാറുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു വളരെ കൃത്യമായി പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ यूहन्ना रचित सुसमाचार 5वां अध्याय उसका 24वां वचन में हमारा प्रभु यीशु मसीह सही रूप से कहा है. क्या कहा है? ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്.
അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വചനം കേട്ട് യേശുക്രിസ്തുവിനെ അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് യേശുക്രിസ്തു തന്നതായ സന്ദേശം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവനാണ് രക്ഷയുണ്ടാകുന്നത്. അങ്ങനെയുള്ളവനാണ് മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള പ്രവേശം ലഭിക്കുന്നത്. അങ്ങനെയുള്ളവനാണ് ന്യായവിധിയിലാകാതെ ജീവങ്കിലേക്ക് പ്രവേശം പ്രാപിക്കുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞ വചനത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു വിശ്വസിക്കുക എന്നാണ്. അത് വിശ്വസിച്ചത് കൊണ്ട് ആ യേശുക്രിസ്തുവിനെ അയച്ചവനിൽ വിശ്വസിക്കുന്നവനായി ഓരോ വ്യക്തികളും മാറും എന്നുള്ളതാണ്. ഇനി യേശുക്രിസ്തുവിന്റെ വചനം എന്ന് പറയുമ്പോൾ പലരും അതിനെയും വേണേ മിസ്കോട്ട് ചെയ്യാം. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ആ കാര്യത്തെക്കുറിച്ചും ഒരു പ്രയോഗം നടത്തുന്നത് വളരെ ശ്രദ്ധേയമാണ്. അതിന്റെ 20-ാം വാക്യം, യോഹന്നാൻ 17:20. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിനും പിതാവേ നീ എന്നിലും. അപ്പൊ ഇവിടെ യേശുക്രിസ്തു പറയുന്നത് ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോസ്തലന്മാരുടെ വചനത്താൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും യേശുക്രിസ്തു അവിടെ അപേക്ഷിക്കുന്നതായി കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഈ യേശുക്രിസ്തു പറഞ്ഞതായ വചനങ്ങളിൽ വിശ്വസിക്കുന്നവരാകുകയും യേശുക്രിസ്തു പറഞ്ഞ വചനങ്ങൾ യേശുക്രിസ്തുവിനെ അയച്ചവനായ പിതാവിനെ കുറിച്ചുള്ള അധ്യാപനങ്ങളാണ് എന്നും ആ പിതാവിൽ അൾട്ടിമേറ്റ് ആയിട്ട് വിശ്വസിക്കുക എന്നുള്ളതുമാണ് യേശുക്രിസ്തു പറഞ്ഞതായ സന്ദേശത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത്. അപ്പോൾ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അപ്പോൾ സമൂലമായി നമ്മൾ പരിശോധിക്കുമ്പോൾ അപ്പോസ്തലന്മാരിലൂടെ പ്രസ്താവിക്കപ്പെടുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു മുന്നോട്ട് വെച്ചതായ ഒരേ ഒരു സത്യദൈവമായ പിതാവിൽ വിശ്വസിക്കുക എന്ന പരമമായ ലക്ഷ്യത്തിലേക്ക് ഓരോ വ്യക്തികളും എത്തിച്ചേരുക എന്നുള്ളതാണ് അതിന്റെ ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോസ്തലന്മാർ സുവിശേഷം പറഞ്ഞാലും ഉപദേശിമാർ സുവിശേഷം പറഞ്ഞാലും യേശുക്രിസ്തു സുവിശേഷം പറഞ്ഞാലും ഇതെല്ലാം എത്തിച്ചേരേണ്ട ഒരു സ്ഥലമുണ്ട്. അതാണ് സുവിശേഷത്തിന്റെ പരമമായ ലക്ഷ്യം. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവമായ പിതാവിങ്കലേക്ക് എത്തിച്ചേരുക എന്നുള്ള അൾട്ടിമേറ്റ് ടാർഗറ്റാണ്. സുവിശേഷത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ അയച്ചവനായ പിതാവിന്റെ അടുത്തേക്ക് കേൾവിക്കാർ എത്തിപ്പെടുക എന്നുള്ള ലക്ഷ്യമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആയതിനാൽ എന്റെ പ്രിയരെ, ദൈവരാജ്യത്തിന്റെ അഥവാ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ എന്ന സുവിശേഷത്തിന്റെ അന്തസത്ത മനസ്സിലാക്കി അതിന്റെ പരമമായ ലക്ഷ്യം മനസ്സിലാക്കി കർത്താവായ യേശുക്രിസ്തുവിലൂടെ വാഗ്ദത്തം ചെയ്യപ്പെട്ട നിത്യജീവന്റെ അവകാശത്തിലേക്ക് നാം ഓരോരുത്തരും എത്തിച്ചേരുക എന്നുള്ള കർത്താവായ യേശുക്രിസ്തുവിന്റെ നിത്യമായ സന്ദേശം, കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന്റെ പരമമായ ലക്ഷ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ കൂടി പൂർത്തീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ആയതിനായി നമ്മുടെ ഹൃദയങ്ങളെ ക്രിസ്തുയേശുവിന്റെ വചനങ്ങളിലേക്ക് ഏകാഗ്രമാക്കാം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വചനങ്ങൾ യേശുക്രിസ്തുവിൻ്റെതല്ല എന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കെ, അത് യേശുക്രിസ്തുവിനെ അയച്ചവനായ പിതാവിന്റെ വചനങ്ങളാണെന്ന് പറഞ്ഞിരിക്കെ, ഇതെല്ലാം എത്തിച്ചേർന്ന് നിൽക്കുന്നത് എവിടെയാണ്? യേശുക്രിസ്തുവിന് വചനം കൊടുത്ത പിതാവിങ്കലേക്ക്.
യേശുക്രിസ്തുവിൽ നിന്നും വചനം സ്വീകരിച്ച അപ്പോസ്തലന്മാർ പറഞ്ഞാലും അത് എത്തിച്ചേർന്ന് നിൽക്കേണ്ടത് പിതാവിങ്കലേക്ക്. നാം ഓരോരുത്തരുമായതിനായി സമർപ്പണമുള്ളവരായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പ്രാർത്ഥനയോടെയും സമർപ്പണത്തോടെയും നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാം. നമ്മുടെ ചുവടുകൾ ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ ദൃഢമായിരിക്കട്ടെ. അനുഗ്രഹീതമായ ഒരു എൻഡിങ്ങിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്തുവാൻ തക്കവണ്ണം ഈ വചനങ്ങൾ സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ നമുക്ക് ഏകാഗ്രമാക്കാം. എല്ലാവരും സമർപ്പണത്തോടെയും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ നമ്മുടെ പ്രിയ സെൽവാനോസ് ബ്രദർ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. സർവശക്തനും നിത്യനീതിമാനുമായിരിക്കുന്ന